ബാച്ച് 22 സൈഡ് ഡ്രൈപ്പിംഗ് ക്ലാസ് ഇത് ഫ്രീലാൻസ് ആയിട്ടുള്ള സൈഡ് ഡ്രൈപ്പിംഗ് ക്ലാസ് ആയിരുന്നു. കാരണം നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ വീട്ടിൽ പോയിട്ടാണ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളെ സ്റ്റുഡൻറ്റ് ചൂസ് ചെയ്ത പാക്കേജ് വന്നിട്ട് ഫ്ലഫി സാരി ഡ്രൈപ്പിംഗ് ആയിരുന്നു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് നീറ്റായിട്ട് എങ്ങനെ മെഷർമെൻറ്റ്സ് എടുക്കാം, ഈവൻ അത് ക്ലയൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എങ്ങനെ എടുക്കാം, അതേപോലെ തന്നെ എങ്ങനെ ആദ്യം നീറ്റായിട്ട് പ്രീ പ്ലീറ്റ് ചെയ്യാം, എങ്ങനെ കറക്റ്റായിട്ട് അയണിങ് കൊടുക്കാം, എങ്ങനെ നമുക്ക് അയൺ ബോക്സ് കൃത്യമായിട്ട് പിടിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കൊണ്ടുവന്ന സാരിയിൽ ചെയ്ത് കാണിച്ചു. ദെൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റുഡൻറ്റിനെ കൊണ്ടിട്ട് ഹാൻഡ്സ് ഓഫ് പ്രാക്ടീസിങ് ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ മോഡൽ ആർദ്ര ആളെ വെച്ചിട്ടാണ് കേട്ടോ ആളിതേ ഈ അളവുകളെല്ലാം എടുക്കുന്നത്. കാരണം നമ്മൾ ക്ലയൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെ എടുക്കണം എന്നുള്ളത് ഇതിലൂടെ അവർ പഠിക്കും. ആൻഡ് അതേപോലെ തന്നെ ഫ്ലഫി പ്ലീറ്റ്സ് എടുത്ത് നമ്മൾ സൈഡ് ഡ്രൈപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അയണിങ്ങിൽ എൻറ്റോർലി ഡിഫറെൻ്റ് ആണ്. അവിടെ അയണിങ് കൊടുക്കുന്നില്ല എന്നൊരു കാര്യം നിങ്ങൾ ആരും പറയരുത്, അല്ലെങ്കിൽ അങ്ങനത്തെ തോട്ട് ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റണം. അവിടെ തീർച്ചയായിട്ടും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ആ അയണിങ് കൊടുക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ നോർമൽ അയണിങ് ചെയ്യുന്ന രീതികൾ അല്ല എന്ന് മാത്രം. ഡ്രൈപ്പിംഗ് വിത്ത് ഫ്ലഫി പ്ലീറ്റ്സ് എന്നുള്ള ഈ ഒരു പാക്കേജ് നമ്മൾ 1 day ക്ലാസ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് വിത്ത് ഹാൻഡ്സ് ഓൺ പ്രാക്ടീസിങ് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റുഡൻറ്റ് പ്രീ പ്ലീറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ആഫ്റ്റർ ഞാൻ ഈ മോഡലിനെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് സാരി നീറ്റായിട്ട് ഡ്രൈപ്പ് ചെയ്യേണ്ടത്, എങ്ങനെ സൈഡ് പ്ലീറ്റ്സ് എല്ലാം നീറ്റായിട്ട് എടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പാക്കേജ് മാത്രമല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള പാക്കേജസും ഇവിടെ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കും.